നമസ്കാരം. ഇന്ന് ഞാൻ ദുബായിലാണ്. ദുബായിലെ അൽക്കൂസ് എന്ന് പറയുന്ന പ്രദേശത്ത്. ഇവിടെ അൽക്കൂസിൽ വിജയകരമായി 2 വർഷക്കാലമായി ഒരു റെസ്റ്റോറൻറ്റ്, ന്യൂ അൽ ബേക്ക് റെസ്റ്റോറൻറ്റ് എന്ന നിലയിൽ ഒരു അറബിക് ഫുഡ് ഇന്ന് വളരെ അതിൻ്റേതായ രുചിയോടുകൂടി നൽകുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഉടമ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച് കഠിനാധ്വാനവും ഏതൊരു പ്രവാസി മലയാളികളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ വിജയത്തിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ അഭിമാനപൂർവ്വം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് മുജീബ് റഹ്മാൻ എന്ന ഒരു യുവ വ്യവസായിയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ റെസ്റ്റോറൻറ്റ് മേഖലകളിൽ അതിവിജയകരമായി മുന്നോട്ട് പോകുന്ന ന്യൂ അൽ ബേക്ക് റെസ്റ്റോറൻറ്റ് ആൻഡ് ഒയാസിസ് റെസ്റ്റോറൻറ്റ്. ഒയാസിസ് എന്ന് പറയുന്ന ജുമേരിയ എന്ന് പറയുന്ന ഒരു പോഷ് ഏരിയയിലാണ് ഒയാസിസ് ഉള്ളത്. ഒയാസിസ് റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി അതൊരു അറബിക് ഫുഡാണ്. അവിടെ ബ്രിട്ടീഷുകാരായിരുന്നാലും അറബികളായിരുന്നാലും വന്ന് അവരാണ് ഏറ്റവും കൂടുതൽ മുജീബ് റഹ്മാൻ്റെ കസ്റ്റമേഴ്സ്. ഇവിടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനെക്കുറിച്ചും ആ ഒരു വിജയത്തെക്കുറിച്ചും അദ്ദേഹത്തിനോട് ചോദിച്ച് അറിയുന്നതിന് മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ മിസ്റ്റർ മുജീബ് റഹ്മാനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാം. വളരെ സന്തോഷം. കാരണം ഒരു നല്ല രീതിയിൽ ഇവിടെ വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു ന്യൂ അൽ ബേക്ക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ ഒരു ആശയം എങ്ങനെയായിരുന്നു? തീർച്ചയായും ജുമേരയിലായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഈ ഇയറോടുകൂടി 30 വർഷം പിന്നീടാണ്. അപ്പോൾ ഒയാസിസ് റെസ്റ്റോറൻറ്റ് അൽക്കൂസിൽ സ്വാഭാവികമായിട്ടും ലേബേഴ്സ് ആണ് ഈ ഏരിയയിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ അക്കോമഡേഷനുകളിലാണ്. അപ്പോൾ നമ്മൾ ലേബർ ഏരിയയിൽ ഒരു അണ്ടർ എസ്റ്റിമേഷൻ എപ്പോഴും സംഭവിക്കാറുണ്ട്. അവർ ലോ ക്ലാസ് അല്ലേ, ഭക്ഷണമൊക്കെ അത് ചീപ്പ് ഫുഡല്ലേ കഴിക്കും. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ചാലഞ്ചായിട്ടാണ് സത്യത്തിൽ ഈ ഏരിയയിൽ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ. ഫുൾ അറബിക് എന്ന് വെച്ചാൽ ഏകദേശം ഇവിടുത്തെ ഒരു സ്റ്റഡി ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 600 ദിറംസ് മുതൽ 6000 ദിറംസ് വരെ സാലറി വാങ്ങുന്ന തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വലിയ വലിയ മൾട്ടി കമ്പനിയായ അമേരിക്കാന മുതൽ അൽമറായി അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ അക്കോമഡേഷൻ ഇവിടെയാണ്. അപ്പോൾ അവരിൽ കുറച്ച് നല്ല ഡീസൻ്റായിട്ട് നല്ലൊരു ഫുഡ് എങ്ങനെ കൊടുക്കാൻ പറ്റും, അത് എത്രത്തോളം നമുക്ക് ചീപ്പ് ചെയ്യാൻ പറ്റും, കോസ്റ്റിങ്ങിലൊക്കെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീക്കെൻഡിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക്
അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കേഷനായിട്ട് ഈദ്, ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെ പാർട്ടി നടത്തുന്നത്. പിന്നെ ഡെയിലി കസ്റ്റമേഴ്സും ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഇവിടെ ഒന്നും കിട്ടാത്ത കുറച്ച് അറബിക് ഫുഡുകളും ചൈനീസും ജ്യൂസ്, സാൻഡ്വിച്ചസൊക്കെ ഈ ഒരു മേഖലയിൽ. ജ്യൂസ് എന്ന് പറയുന്നത് ജ്യൂസിന് വേണ്ടി ഒരു പ്രത്യേക കൗണ്ടറുണ്ട്. ജ്യൂസ്, സാൻഡ്വിച്ചസ് പ്രിപ്പറേഷന് ഫ്രഷ് ജ്യൂസ്. അപ്പോൾ ഫ്രഷ് ജ്യൂസ് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ റയറായിരുന്നു, കിട്ടാനൊക്കെ ഉള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുനിസിപ്പാലിറ്റി തന്നെ 2 പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അപ്രിസിയേഷനൊക്കെ തന്ന് എന്താണ് ഇങ്ങനെ ഒരു അത്രയും നീറ്റിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാനുണ്ടായ റീസൺ എന്ന് അവരെ വരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ. അപ്പം ഇപ്പോൾ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നല്ലൊരു റെസ്പോൺസാണ് കസ്റ്റമറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു ലേബർ ക്യാമ്പിലേക്ക് നമ്മൾ ഒരു സാധാരണ ഒരു ലേബർ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തൊഴിലാളികളുള്ള പ്രദേശം, അവിടെ ഒരു അറബിക് ഫുഡിന് സാധ്യതയില്ല എന്ന് മറ്റുള്ളവർ കരുതുന്നിടത്തുനിന്ന് മിസ്റ്റർ മുജീബ് റഹ്മാൻ കരുതിയത് അവിടെ സാധ്യത ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു തോന്നൽ, ഒരു ചലഞ്ച്, ബിസിനസ് ഓഫ് കോഴ്സ് ചലഞ്ച് ഇസ് ദെയർ, പക്ഷേ അങ്ങനെ ഒരു തോന്നൽ, അതാണ് വിജയത്തിൻ്റെ, ബിസിനസ്സിന് വേണ്ടതും അതാണ് ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ ജുമേറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ വരുന്ന ഒരു കസ്റ്റമർ കൺസെപ്റ്റും എന്നൊക്കെ നമുക്ക് കിട്ടിയൊരു ഐഡിയ ആണ്. ഫുഡ് നന്നായി കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ജുമേറിലാണെങ്കിലും ഞങ്ങൾക്ക് ഈ പ്രവാസികൾ എക്സ്പാട്രിയേറ്റ്, ഫിലിപ്പീനോസ്, ശ്രീലങ്കൻ, പാകിസ്ഥാനി, ഇന്ത്യൻ, ഇവരൊക്കെ ഇങ്ങനെയുള്ള കസ്റ്റമർ, ഈജിപ്ഷ്യൻ, ഈ സുഡാൻമാരുള്ള കസ്റ്റമേഴ്സ് ഒരുപാട്. അതൊന്നും ഇപ്പം ഇവിടെയുള്ള അറബികൾ, ഇംഗ്ലീഷുകാർക്ക് പുറമേ ഉള്ള പ്രവാസികളാണ്. പക്ഷെ ജുമേറയെ സംബന്ധിച്ചിടത്തോളം അതൊരു പോഷ് ഏരിയയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഒരു അറബിക് ഫുഡിന് പറ്റിയൊരു ഹബ്ബാണ് അത് ജുമേറ. അവിടെ വിവിധ രാജ്യങ്ങളിൽ, കാര്യം ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അധിവസിക്കുന്ന ഒരു പ്രത്യേക രാജ്യമാണ് ദുബായ്, മറ്റ് രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച്. അപ്പോൾ ജുമേര എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ദുബായിലെ ഏറ്റവും വലിയ പോഷ് ഏരിയ. അപ്പോൾ അവിടെ അറബിക് ഫുഡിന് നല്ല ഓപ്പർച്യൂണിറ്റി. പക്ഷെ ആ ഒരു ബിസിനസ്സും ഈ ഒരു ഇവിടുത്തെ ബിസിനസ് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞൊരു ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഇവിടെയും ഒരുപാട് ലാബേഴ്സിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല ഭക്ഷണം. അതാണ് ഞാൻ പറഞ്ഞത്. ചിലവർ വീക്കിലി ആയിരിക്കും, ചിലർ മന്ത്ലി അല്ലെങ്കിൽ ഒക്കേഷനിൽ ഒക്കെ ആയിട്ട് ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഒരു മാക്സിമം എത്ര കണ്ട് നമുക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു രീതിയിൽ വെച്ചിട്ട് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള, കാരണം ഇവിടെ പ്രൈസിങ് ഉള്ളത് ജുമേറിനെ അപേക്ഷിച്ച് ക്വാളിറ്റിയിലൊന്നും ഞങ്ങളൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. സെയിം ക്വാളിറ്റിയിൽ പ്രൈസ് എത്രത്തോളം ചെയ്യാന്നുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ലേബേഴ്സാണ്, അവരെ മൈൻഡും കൂടി നമ്മൾ കാണണം, അവർക്കും എൻജോയ് ചെയ്യണം. ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫുഡ്? കാരണം ടോട്ടലി അറബിക് ഫുഡ്, മന്തി അല്ല, നമ്മൾ അറബിക് ആണ് മെയിൻ. പിന്നെ അതിന് പുറമെ ചൈനീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ കറികൾ, ഈ റൊട്ടി നാൻ്റെ കൂടെ കഴിക്കുന്ന ബട്ടർ ചിക്കൻ ടൈപ്പ് കറികൾസ് ഉണ്ടല്ലോ, വെജിറ്റബിളും മട്ടനും ബീഫൊക്കെ ആയിട്ടുള്ള കറീസ് ഉണ്ട്. പിന്നെ ജ്യൂസ്, സാൻഡ്വിച്ച്, ഇതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ടീ ടൈം ഇങ്ങനെ ബേസ് ചെയ്തിട്ട് അവർക്ക് സ്നാക്സൊക്കെ ഈവനിങ്ങിന് ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെ തുറന്നിട്ട് നമ്മളെ പിന്നെ ഗ്രീൻ ടീ അതൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ന്യൂ അൽബേക്ക് എന്നുള്ള ഒരു ആശയം. കാരണം അൽബേക്ക് എന്നാണ് ഒരു ഫുഡിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞാൽ അൽബേക്കാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു അറബിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അൽബേക്ക്, ന്യൂ അൽബേക്ക് ബേസിക്കലി അതൊരു സൗദിയിൽ ഫേമസ് ആയ ഒരു ഇതാണ്. അപ്പോൾ അത് ഒരു പേരങ്ങനെ ക്ലിക്കാക്കത് യു എയിൽ കേൾക്കാത്തൊരിതായതുകൊണ്ട് അങ്ങനെ ഒരു നെയിം സെലക്ട് ചെയ്തെന്നുള്ളൂ. ഇതൊരു വിജയത്തിൻ്റെ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിജയം എന്ന് പറയുന്നത് ഒന്ന് ഹൈജീനിക്കാണ്. തീർച്ചയായിട്ടും. നീറ്റ് ആൻഡ് ക്ലീൻ. രണ്ടാമത് അവിടുത്തെ തൊഴിലാളികളുടെ അപ്രോച്ചാണ്. ഒരു സപ്ലൈ ചെയ്യുന്ന ആളായിക്കോട്ടെ, കാരണം ഒരു ലേബർ അവിടെ കുക്കായിക്കോട്ടെ, ചെഫായിക്കോട്ടെ, എന്തായിരുന്നാലും അവിടെ അവരുടെ ഒരു അപ്രോച്ചാണ്, ആ കസ്റ്റമേഴ്സിനോടുള്ള ഒരു അപ്രോച്ച്. അതാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയം. അവരിലേക്ക് അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആ എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഉണ്ടോയെന്നറിയില്ല, മുനിസിപ്പാലിറ്റി തന്നെ നമുക്ക് ഹൈജീൻ കോഴ്സുകൾ എല്ലാ സ്റ്റാഫിനും ചെയ്തവരാണ് ഇവിടെ ഉള്ളവരൊക്കെ, നമ്മളെല്ലാ ഔട്ട്ലെറ്റിലും. പിന്നെ മാനേജ് ചെയ്യുന്ന മാനേജർക്ക് പേഴ്സണൽ ഒരു ടെസ്റ്റ് ഉണ്ട്, PIC ലെവൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള.
അപ്പോൾ ഇത്തരം കോഴ്സൊക്കെ കഴിഞ്ഞ് സർട്ടിഫൈഡ് ആണ് ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുക്ക് ചെയ്യുന്ന ആളുകളും പിന്നെ വെയിറ്റേഴ്സും ഒക്കെ ഇതിനെപ്പറ്റിയൊരു അവെയറുള്ളവരാണ്. ഫുഡ് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ വേസ്റ്റ് ക്ലിയർ ചെയ്യണം, എങ്ങനെ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യണം എന്നുള്ളത് അത് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആക്ച്വലി കസ്റ്റമർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നത് അവരെ സന്തോഷിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എത്ര രുചിയുള്ള ഭക്ഷണം കൊടുത്താലും അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റിയിൽ കാണിക്കുന്ന ഒരു ഇത് കുറവ് വന്നാൽ അത് ടേസ്റ്റിനെ ബാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെ. പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് ഒക്കേഷനലി ഞാൻ നമ്മളെ പ്രേക്ഷകരും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് സമ്മറിൽ മുനിസിപ്പാലിറ്റി നല്ല അവയർനെസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയാണ്, ഇവിടെ ഇപ്പോൾ ഏകദേശം 35 സ്റ്റാഫ് ഈ സ്ഥാപനത്തിലുണ്ട്. 35 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം, ഒരു 35 കുടുംബമാണ് അതിലൂടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുഡ് ഡെലിവറി ഒക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ലഞ്ച് ടൈമിൽ ഓഫീസിൽ നിന്നും ഷോപ്പുകളിൽ നിന്നൊക്കെ വരാറുള്ളത്. അപ്പോൾ ഒരു 30 to 45 മിനിറ്റ്സ് ഡെലിവറിക്ക് എന്തായാലും നമ്മൾ എടുക്കും, ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവരെ ഡെസ്കിലെത്തിക്കാൻ. അപ്പോൾ സപ്പോസ് അവർ വല്ല മീറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് അത് ഡിന്നറിലേക്ക് വേണ്ടി അവർ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ മാക്സിമം ഫുഡ് ഫ്രഷ് ഫുഡ് അത് കേട് വരാനുള്ളൊരു പോസിബിലിറ്റി, അത് നേരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ഒരു റീസണൊക്കെ വരും. അപ്പോൾ അത് കസ്റ്റമേഴ്സും തന്നെ ശ്രദ്ധിക്കുക. കാരണം ഈ സമയത്താവുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് വൈസ് കാരണം നമ്മളൊരു ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യമാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഹെൽത്തി ഫുഡാണ് വേണ്ടത്. ഈ അറബിക് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് പൊതുവേ ഉണ്ട് ഹെൽത്തി ഫുഡാണ്. തീർച്ചയായിട്ടും അവിടെ മായമില്ല, കലർപ്പില്ല. അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് എഫക്റ്റുമില്ല. അപ്പോൾ ആ ഒരു പ്രാധാന്യം ഉണ്ട് താനും ഇവിടെ. മറ്റുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഗ്രിൽ ഐറ്റംസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഈ അമ്മൂസ് എന്ന് പറയുന്ന ഈ ചിക്ക് പീസ് മീൻസിൻ്റെ ഒരു അപ്പറ്റൈസറാണ്. ഈ അമ്മൂസ് ഒരു പർട്ടിക്കുലർ ചില്ലറിൽ വെച്ചിട്ടാണ് അത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം ഒരു 1 hourൻ്റെ ഉള്ളിൽ അത് കസ്റ്റമർ ഈ സമയത്തൊക്കെ ഉപയോഗിച്ച് പോകണം. അല്ലെങ്കിൽ അതിന് കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരിക്കലും അവർ വണ്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാലൊന്നും ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കിട്ടിക്കോളുന്നില്ല. ആ ടെമ്പറേച്ചർ മാറിപ്പോയി കഴിഞ്ഞാൽ അത് കേടാവും. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഫുഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം അലർട്ടാണ്. അവർ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെ വേണം, എങ്ങനെ ഫുഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ അതിനെ പാലിച്ചു പോകുന്ന ഏതൊരു സ്ഥാപനത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇതൊരു ഫ്രഷ് ജ്യൂസാണ്. കാരണം വളരെ ഫ്രഷ് ഫ്രൂട്ട്സ് അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എന്താണ്? ഇത് ആക്ച്വലി കാർബങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജ്യൂസാണ്. ഇതിൽ ഫ്രഷ് ഓറഞ്ച്, ഫ്രഷ് ഗ്രേപ്സ്, ഒരു സ്വല്പം ലെമൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ജ്യൂസാണ്. കൂടുതൽ ഫോറിനേഴ്സിന് ഈ ക്ലൈമറ്റിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം സമ്മറിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇപ്പോൾ ഇനി അടുത്ത മാസം ഇവിടെ നോമ്പ് വരാൻ തുടങ്ങാം, നോമ്പ് കാലം തുടങ്ങാൻ. അപ്പോൾ ഈ അൽബേക്കിൻ്റെ ന്യൂ അൽബേക്ക് റെസ്റ്റോറൻറ്റിന് നോമ്പുകാല വിഭവങ്ങൾ എന്തൊക്കെയാണ്? നോമ്പുകാലത്ത് നമ്മൾ കാര്യമായിട്ട് ഈ ഈവനിങ്ങിലുള്ള സ്നാക്സ്, ഈ സമൂസ, പക്കവട, ബജികൾ, അങ്ങനത്തെ ഒരു വിഭവങ്ങളാണ് നോമ്പ് സ്പെഷ്യലായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാറുള്ളത്. സാധാരണ മറ്റ് മലബാരി റെസ്റ്റോറൻറ്റുകളിലെ പോലെ മറ്റ് ഫുഡുകളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഇഫ്താറിനുള്ള. പിന്നെ ഈ അറബിക് ഡിഷുകളാണ്, മന്തി പോലുള്ള ഡിഷുകളാണ് കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്യാറുള്ളത്. അത് ഇഫ്താറിൻ്റെ സമയത്ത് ഓപ്പൺ ചെയ്യും. ഇഫ്താറിൻ്റെ സമയത്ത് ഇവിടെ ഡൈനിങ് അലൗഡ് ആണ്. അതിനു മുമ്പ് ഒരു 4 മണിക്ക് തുറക്കും, പാർസൽ ഉള്ളി.
ഇഫ്താറോട് കൂടിയിട്ടാണ് ഡൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് റെസ്റ്റോറൻറ്റ് ടൈം ഏർലി 4 o'clock വരെ, 4 to 4 ആയി. 4 to 4 ആണ്. അപ്പോൾ പകൽ സമയത്ത് ബിസിനസ് ഉണ്ടാവില്ല. ഏതൊരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. തീർച്ചയായും അത് ഏതൊരു ബ്രാൻഡാണത്. അതിപ്പോൾ നമുക്ക് എല്ലാം നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നെങ്കിലും ഒരു ബ്രാൻഡുണ്ട്. ന്യൂ അൽബേക്കിൽ ചെന്ന മന്തി അല്ലെങ്കിൽ കപ്സ അല്ലെങ്കിൽ എന്തായിരുന്നാലും ഈ മന്തി എന്ന് പറയുന്ന ഒരു ഞാൻ ഇടയ്ക്ക് കയറി പറയാം, കപ്സ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കണം, സൗദി അറേബ്യയിൽ കപ്സ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഈ കപ്സ ഒരിടത്തും കിട്ടാനില്ല. അത് മന്തി എന്ന പേരിൽ അറിയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് രണ്ടും വ്യത്യാസമുണ്ട് പ്രിപ്പറേഷനിൽ. ബേസിക്കലി ഒരു നമ്മളെ ബിരിയാണി പോലെ തന്നെയുള്ള ഒരു റൈസ് കൊണ്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഫ്ലേവറും ടേസ്റ്റൊക്കെ വ്യത്യാസമാണ് കപ്സയും മന്തിയും കൂടി. പക്ഷേ ഈ കപ്സ ഇവിടെ കിട്ടുന്നില്ല. കപ്സയ്ക്ക് ഭയങ്കര ടേസ്റ്റുമാണ്. തീർച്ചയായും കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക്. പക്ഷെ ഇവിടെ അത് എന്തുകൊണ്ടാണ്? കാരണം ഈ മന്തി കപ്സ ഇങ്ങോട്ട് അല്ല, മന്തി തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു റീസെൻ്റ്ലി ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഇവിടെ ലോഞ്ചായിട്ട്. ഇതൊരു ട്രഡീഷണൽ യമൻ ഡിഷാണ് ഇത്, ഈ മന്തി. അവരാണ് സൗദി അറേബ്യയിൽ ഈ മന്തിയൊക്കെ ക്ലിക്കായത്. പിന്നെ ഇപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ളൂ മന്തി ഇത്ര എസ്റ്റാബ്ലിഷ് ആയത് UAE-യിൽ. ഞാൻ വരുന്ന സമയത്തൊന്നും മന്തിയൊന്നും ഇവിടെ കിട്ടാറില്ല. ഞങ്ങളുടെ മന്തി ഒരു നല്ലൊരു ഐറ്റാണ്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ ഇവിടെയുള്ള മറ്റേ ബ്രോസ്റ്റഡ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ചീപ്പ് പ്രൈസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്നതും ഈ ഏരിയയിൽ നമ്മളെ തന്നെ ഉള്ളു. അതോടൊപ്പം ചൈനീസ് റെസ്റ്റോറൻറ്റ്, ചൈനീസ് ഡിഷസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മേഖലകളിലെ ഒരുപാട് പേര് ചൈനീസ് ഫുഡിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കും. എല്ലാ കാറ്റഗറി ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ്. അതും ഇതിനോടൊപ്പം അറബിക്, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസിലാണ് കബാബും ഇതൊക്കെ വരുന്നത്. കടായികൾ, നാനും റൊട്ടിയോടൊപ്പം ഉള്ള അവരുടെ കറി. അപ്പോൾ ശരിക്കും ഇതിനൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ചെഫ് ആവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചൈനീസ് അറിയാവുന്നുള്ള, അല്ലെങ്കിൽ അറബിക്ക് അറിയാവുന്നുള്ള, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഓരോ ഡിഷുകൾക്കും പർട്ടിക്കുലർ ഷെഫുകൾ തന്നെയാണ്. ബിരിയാണിക്ക് വേറെ ആളാണെങ്കിൽ ചൈനീസിന് വേറെ ആൾ, പിന്നെ റൊട്ടി, തന്തൂർ കൈകാര്യം ചെയ്യുന്ന എല്ലാത്തിലും അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് മാസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഒരു തുടക്കം 2 വർഷം ഇപ്പോൾ ആവാൻ പോകുന്നു. 1 മാസം കൂടി കഴിഞ്ഞ് 2 വർഷം ന്യൂ അൽബേക്ക് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളൊരു ചലഞ്ചായിട്ട് എടുത്തു. പക്ഷെ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം ഒരു 2 മാസം 3 മാസം ബിസിനസ് ഡള്ളായിരിക്കും. അത് കഴിഞ്ഞാൽ ഓവർകം ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻ എടുത്തിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ റംസാൻ വന്നു കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്തും ബിസിനസ് ഡള്ളായിരിക്കും. കാരണം ഡേ ടൈമിൽ ആരും വർക്ക് ആവില്ല. നോമ്പിന് ആളുകളുടെ ഫുഡ് കൾച്ചറും ആ ടൈമിംഗ് ഒക്കെ മാറും. അപ്പം ആ ഒരു ഇത് നമ്മൾ ആ ഈദിന് ശേഷമുള്ള മാസത്തിലാണ് പിന്നെ അതിൻ്റെ ഒരു ബൂമിങ്. മലപ്പുറം ജില്ലയിൽ തിരൂരിലായിരുന്നു ജനനം. ഉപ്പാടെ പേര് അഹമ്മദ് കുട്ടി. ബിസിനസ് രംഗത്തായിരുന്നു. ഖത്തറിൽ 38 വർഷം ബിസിനസ് ആയിരുന്നു. സൂപ്പർ മാർക്കറ്റായിരുന്നു ഉപ്പാടെ. ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഖത്തറിലുണ്ട്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ 7ാമത്തെ ആളാണ്. 5 ബ്രദേഴ്സ്, ഞാനടക്കം, പിന്നെ 2 സിസ്റ്റേഴ്സ്. അപ്പോൾ ഏറ്റവും ഇളയ ആളാണ്. ഏറ്റവും ഇളയ. അപ്പോൾ ശരിക്കും ഉപ്പാടെ ബിസിനസ് വളരെ ചെറുപ്പം മുതലേ നോക്കി കണ്ട ആളാണ്. തീർച്ചയായിട്ടും. ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിട്ട് തന്നെയാണ് ജനിച്ചത്. അപ്പോൾ ഒരു അഡ്വൈസ് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ഏതൊരു ബിസിനസ് എപ്പോൾ നഷ്ടം എന്ന് തോന്നുന്നു അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഇപ്പോൾ പറഞ്ഞു തരാറുള്ള ഒരു അഡ്വൈസ് ഒരു നല്ലത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ മുന്നോട്ട് കൊണ്ടുപോകരുത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ലോസിലാണ്, അട്ടർ ലോസിലാണ് ബിസിനസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും നല്ല. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വരുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ സ്കൂൾ തലത്തിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ ഒരു കലാപരമായ രംഗത്തായിരുന്നു. കുറച്ചുകൂടി ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു ഞാൻ തിരൂരങ്ങാടി PSMO കോളേജിലെ. സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസം ചാത്തമംഗലം കോഴിക്കോട് MESലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ തന്നെ 10th ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. കോളേജ് തിരൂരങ്ങാടി PSMO. അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി. അവിടെ 5 വർഷം കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് BCom സെക്കൻഡ് ഇയറിന്. വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം തന്നു മാതാപിതാക്കൾ. തീർച്ചയായും.
സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് വളരെ വിശുദ്ധ നഗരമാണ്. തീർച്ചയായും അവിടെ മക്കയും മദീനയൊക്കെ ഉള്ള മനോഹരമായ ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അവിടുത്തെ നിയമങ്ങളുടെ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് 8 വർഷക്കാലം ഒരു ജോലി അന്വേഷിച്ചാണ് പോയത്. നമുക്ക് തന്നെ ബ്രദറിന് തന്നെ അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ആയ. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ അത് കമ്മോഡിറ്റീസ് ഫുഡ് സ്റ്റഫിൻ്റെ ഹോൾസെയിൽ ദമാമിൽ ബ്രദറും അവിടെ ഉണ്ട്. ബ്രദറിന്റെ കൂടെ 8 വർഷം അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് വീണ്ടും അവിടുന്ന് നാട്ടിലേക്ക് ഇവിടെ ഒരു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൂടിയിട്ടാണ് പിന്നെ ഇങ്ങോട്ടൊരു സ്വന്തമായിട്ടുള്ളൊരു കാലവെപ്പ് എന്നുള്ളതിൽ ആഫ്റ്റർ മാരേജ് ആണ് ദുബായിലേക്ക് വന്നത്. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? കോട്ടക്കൽ. വൈഫിന്റെ പേര് ജാസ്മിൻ, സൈനബ ജാസ്മിൻ. ഇപ്പം 4ാമത്തെ കുട്ടി ഇപ്പോൾ ജനിച്ചു. മൂത്താള് നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടി റയാൻ അഹമ്മദ്. രണ്ടാമത്തെ ആള് മകളാണ് നമ്ര. മൂന്നാമത്തെ മകന് മുഹമ്മദ് ഫബിൽ. നാലാമത്തെ പുതിയ ആൾക്ക് അയാൻ അഹമ്മദ്, ആൺകുട്ടിയാണ്. അയാൻ അഹമ്മദ്. 3 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. വളരെ സന്തോഷമായ ഒരു കുടുംബം. ഒയാസിസ് റെസ്റ്റോറൻറ്റ് അമ്മാവനാണ് അത് തുടങ്ങിയത്, ഫാദറിലോ? ആക്ച്വലി അത് തുടങ്ങിയത് ലബനീസ് ഒക്കെ അന്നത്തെ 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കല്ലോ, ദുബായ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്തൊരു അവിടെ നിന്ന് അമ്മാച്ചൻ വാങ്ങുക. ആ ഒരു ലൈസൻസ് നമ്മൾ ഇന്നും തുടർന്ന് പോകുന്നു. ഒയാസിസ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് വളരെ അവിടെയും പോകാറുണ്ട്. അവിടെയും അറബിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുഡ് അവിടെ ഒന്ന് മോണിറ്റർ ചെയ്യാറുണ്ട്. ഇപ്പോൾ 19 വർഷമായി ഒരു പ്രവാസ ജീവിതം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു 19 വർഷക്കാലം ഗൾഫ് ജീവിതം. ഈ ഗൾഫ് ജീവിതം എന്ന് പറയുന്നത് സാധാരണ നമുക്കൊരു 2-3 കാര്യങ്ങളിലേക്ക് മാറ്റി നിർത്തി പറയാം. കാരണം ഒരു സാധാരണ ജനങ്ങളുണ്ട്, അവരുടെ ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ജോലി എന്ന സ്വപ്നമായിട്ട് ഇവിടെ വരികയും കഠിനാധ്വാനവും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോഴും ആ ഒരു തസ്തികയിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഒന്നും ഇല്ലാതെ നഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മളെ ഈ ലോകത്തെ പ്രവാസ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ഒരു ഏകാന്തമായി നമ്മുടെ രാജ്യത്തെ വിട്ടുകൊണ്ടുള്ള ഒരു വേദന അനുഭവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അത് ഏത് മേഖലയിൽ നോക്കിയാൽ, ഏത് തരത്തിലുള്ള നമ്മുടെ പ്രവാസി മലയാളികളായിരുന്നാലും ശരി തന്നെ, ഒരു ഏകാന്തത, ഒരു വേർപാട്, അതെന്തൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു പ്രവാസി ഇല്ലാത്ത ഒരു മരുഭൂമിയില്ല. എത്രത്തോളമാണ് ആ 19 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, ആക്ച്വലി ഞാനതിലൊക്കെ ഒരുപാട് നന്ദി പറയണം. കാരണം നമുക്കൊന്നും അത്ര അങ്ങനെ പ്രയാസങ്ങൾ നാട്ടിൽ പോകാനൊക്കെ ഉള്ള അസൗകര്യങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം സ്വന്തം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. 3 വർഷം 5 വർഷമൊക്കെ ആയിട്ട് നാട്ടിൽ പോകാൻ സാധിക്കാത്ത അന്നൊക്കെയാണ് ശരിക്ക് നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതിയൊക്കെ. ഇന്നിപ്പോൾ അതൊക്കെ കുറേ കുറഞ്ഞു. വർഷത്തിലെന്തായാലും പോകുന്നവർ, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 വർഷത്തിലെങ്കിലും പോകുന്ന തൊഴിലാളികളാണ് ഇപ്പം ഇന്ന് അധികം ഉള്ളത്. 123 കുടുംബങ്ങളാണ് താങ്കളുടെ നേതൃത്വത്തിൽ കഴിയുന്നത്. 123 കുടുംബങ്ങൾ, വിവിധ രാജ്യങ്ങളിലുള്ളവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, ഒരുപാട്. അപ്പോൾ ഇത് അൽഹംദുലില്ലാ 123 എന്ന് പറയുന്ന ഒരു കുടുംബത്തെ നമുക്ക് നേതൃത്വം നൽകാൻ പടച്ച തമ്പുരാൻ നൽകിയ അധികാരം എത്രത്തോളമാണ് ആ വിശ്വാസം, ദൈവാനുഗ്രഹം? തീർച്ചയായിട്ടും അതിൽ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അൽഹംദുലില്ലാ അതിൻ്റെ ഒരു സക്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം തൊഴിലാളികളാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ആ ദൈവവിശ്വാസം. നമ്മൾ ഒരാൾ വിചാരിക്കുന്നു, അത് കഠിനാധ്വാനം ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് അതിനെ വർക്ക് ചെയ്യുന്നു, എന്നാലും നമുക്ക് തന്നെ പേഴ്സണലായിട്ട് തന്നെ അവർക്ക് സാലറി അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വരുമ്പോൾ ലോണായിട്ടൊക്കെ നമ്മൾ അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രത്യേകം നോക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ദൈവവിശ്വാസം അത് എത്രത്തോളമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്? തീർച്ചയായിട്ടും ദൈവവിശ്വാസം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയത്നിക്കുക എന്നാണ് ഞങ്ങളുടെ അതിൻ്റെ റിസൾട്ട് പടച്ച തമ്പുരാൻ തരുന്നു. അത്ര തന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, അതിൻ്റെ റിസൾട്ട് അള്ളാഹു തരും. അത് ജീവിതത്തിൽ കിട്ടിയ ഒരാളാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് അതിൻ്റെ ഉള്ളൂ. നമ്മൾ ആ ഡിഗ്നിറ്റി ആ ജോബിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മളതിൽ പ്രയത്നിച്ച് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? സംതൃപ്തി തന്നെയാണ്. ഇപ്പോൾ 4 ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു അൽക്കൂസിലൊന്നുണ്ട്, ജുമേരയിലുണ്ട്, അടുത്ത കിസൈസിലുണ്ട്. അത് കിസൈസ് അൽബേക്കാണോ? അല്ലല്ല,
അതൊക്കെ ഡിഫറെൻറ്റ് നെയിംസിലാണ് വേറെ പാർട്ട്നേഴ്സൊക്കെ ആയിട്ടുള്ള. പിന്നെ ഒന്ന് സംസം എന്ന് പറഞ്ഞിട്ട് ഒരു 24 hours കഫ്റ്റീരിയൻ, അത് അബുഹയിൽ എല്ലാം വളരെ നന്നായിട്ട് പോകും. പമ്പിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഒരു സൽക്കാരമാണ് നമ്മളിവിടെ നടത്തുന്നത്. കാരണം ഒരാൾ ആഹാരം കഴിക്കാൻ വരുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു സൽക്കരിക്കുന്ന ഒരാൾക്ക് സംതൃപ്തിയാണ് കൊടുക്കുന്നത്. തീർച്ചയായും ആഹാരത്തിൻ്റെ കാര്യത്തിൽ കിട്ടുന്ന ഒരു സംതൃപ്തിയാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു കസ്റ്റമർ ഒരാൾ വന്ന് ആഹാരം കഴിച്ച് പുറത്തു പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും. കാരണം വളരെ നന്നായിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ മിസ്റ്റർ മുജീബ് റഹ്മാൻ എന്ത് തോന്നും? തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന പോലെ തന്നെ അതാണ് നമ്മളെ പ്രയത്നത്തിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമറുടെ ആ ഒരു സന്തോഷത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ന്യൂ അൽ ബേക്കിൻ്റെ വിജയവും. തീർച്ചയായും. ഫ്യൂച്ചർ പ്ലാൻ നാട്ടിലൊരു നല്ല ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്. നല്ലൊരു മെട്രോ സിറ്റിയിൽ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. നല്ല രീതിയിൽ ഒരു ഹൈജീനിക് ഇവിടുത്തെ പോലുള്ള കുറച്ച് ഹൈജീൻ കൺസെപ്റ്റിൽ തന്നെ നല്ലൊരു ഹോട്ടൽ, അറബിക് ഫുഡ്, ചൈനീസ് എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ടേസ്റ്റി ഫുഡ്. അതാണ് നാട്ടിൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ള. ഇത്രയും നമ്മളിപ്പോൾ നോക്കിക്കണ്ടു നല്ല ഹൈജീൻ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം നല്ലൊരു ഹൈജീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ കേരളത്തിന് താങ്കളുടെ നേതൃത്വത്തിൽ വരുവാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.